ഹലോ ഓൾ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിന്റെ കീഴില് ഗേറ്റ് 2026 അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുള്ള ഒരു സെഷനാണ് നമ്മൾ ഇവിടെ ഇന്ന് എടുക്കാൻ പോകുന്നത്. നമ്മുടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ് ഗേറ്റ് ആസ്പിറൻസ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് അതിന്റെ ഒരു ഓവറോൾ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ എന്നുള്ള അർത്ഥത്തിൽ കുറച്ച് ചില ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു ക്യാപ്സ്യൂൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതാണ് ടാർഗറ്റ് 2026 ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങളുടെ ഗേറ്റ് ആസ്പിറൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യുക, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ ഗേറ്റിനെയും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണ്. ഇപ്പൊ നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ഈ ഗേറ്റിന് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നതും കൂടി കൊണ്ടാണ് നമ്മൾ പബ്ലിക് ആയിട്ട് നമ്മൾ എല്ലാവർക്കും ഒരു ജസ്റ്റ് ഒരു വളരെ ബ്രീഫ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ് നമ്മൾ ഗേറ്റ് 2026 നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് സെക്ഷൻ 3 ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് തെർമൽ സയൻസിലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് പറഞ്ഞ ടോപ്പിക്കിലുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിനെ ടാക്കിൾ ചെയ്യുന്ന രീതികളും കാണിക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. ഓക്കെ, സോ നമുക്ക് നേരെ പോവാം. വി വിൽ സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A clean glass capillary tube of diameter 2 millimeters is immersed in water. The surface tension of water is 0.072 Newton meter. Surface tension value is given. അതുപോലെ capillary tube ആണ്, അതിന്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട്. And the contact angle is 0 degrees. Okay. The density of water is 1000 kilogram per meter cube and G, acceleration due to gravity, is 9.81 meter per second square. The capillary rise is, ശ്രദ്ധിക്കുക, നമുക്ക് ഓപ്ഷൻസ് തരുന്നതൊക്കെ എന്തിലാണ്? മില്ലിമീറ്റേഴ്സിലാണ്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഗേറ്റ് 2023 ഒരു മാർക്കിന്റെ വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇഫ് യു നോ ദ ഇക്വേഷൻ യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഏതാണ് ഇവിടുത്തെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഏതാ? കാപ്പില്ലറി ഹൈറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? ദാറ്റ് ഈസ് H is equal to 4 sigma cos theta divided by rho GD അല്ലെ? അതായത് സിഗ്മ എന്ന് പറയുന്നത് എന്താ? സർഫസ് ടെൻഷൻ. കോസ് തീറ്റ, തീറ്റ എന്ന് പറഞ്ഞാൽ ആ കോണ്ടാക്ട് ആംഗിൾ ആണത്. റോ ഈസ് ദ ഡെൻസിറ്റി ആൻഡ് ജി ഇസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ഡി ഇസ് ദി ഡയമീറ്റർ. അല്ലെ? അപ്പൊ എത്ര വാല്യൂ നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറെ ഒന്നും ഇനി ഇതിൽ ചെയ്യാനില്ല. ദാറ്റ് ഈസ് ഇക്വൽ ടു 4 into ഒക്കെ SI യൂണിറ്റിൽ ഇടണേ. സിഗ്മന്റെ വാല്യൂ എന്താ? അതായത് സർഫസ് ടെൻഷൻ സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ആണ്. 0.00 ഉണ്ടോ? 0.072 ന്യൂട്ടൺ പെർ മീറ്റർ. ഇത് ഓൾറെഡി SI യൂണിറ്റ് തന്നെയാണ്, കൺവേർഷന്റെ ആവശ്യമില്ല. ഇത് 72 into cos തീറ്റ ഈസ് cos 0 ഡിവൈഡഡ് ബൈ റോ. റോ ഏതാ? ഡെൻസിറ്റി തന്നിട്ടുണ്ട് 1000. അവര് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതേ വാല്യൂ തന്നെ എടുക്കണം. അതല്ല വാല്യൂ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ പൊതുവെ ജനറലി എടുക്കുന്ന വാല്യൂ എന്താണോ അതെടുത്തിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G അവർ 9.81 എന്ന് തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് ഇനിയിപ്പോ നിങ്ങൾ 9.81 പകരം 9.8 എടുത്താലൊന്നും പ്രശ്നമല്ല. കാരണം എന്താ? ഇവിടെ വാല്യൂസ് വളരെ അടുത്ത് വരുന്ന വാല്യൂസ് അല്ല, ഡിഫറെന്റ് ആണ്. സോ അത്രക്ക് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡയമീറ്റർ ഡി എന്താ? 2 millimeter എവിടെയായിരുന്നല്ലോ? അതെ, 2 millimeter ആണ്. പക്ഷെ നമ്മൾ SI യൂണിറ്റിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 2 millimeter എന്ന് പറയുമ്പോൾ മീറ്റർക്ക് ആക്കണം. മില്ലി ഈസ് 10⁻³ നേരെ വാല്യൂസ് നമുക്ക് ഒന്നുകൂടെ എഴുതാം. 4 into 0.072. എന്താണ് കോസ് 0? കോസ് 0 എന്താ? കോസ് 0 ഈസ് 1 അല്ലെ? ഡിവൈഡഡ് ബൈ 1000. ഈ 1000ഉം ഈ 10⁻³ അവിടെ ക്യാൻസൽ ആയി അല്ലെ? ദെൻ ഐ ക്യാൻ റൈറ്റ് ഡൗൺ 2 into 9.81. അപ്പൊ നമ്മളിത് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് വിർച്വൽ കാൽക്കുലേറ്റർ ആണ് നിങ്ങൾക്ക് ഗേറ്റ് എക്സാമിന് ഉണ്ടാവുക. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക എന്താന്ന് വെച്ചാൽ വിർച്വൽ കാൽക്കുലേറ്റർ നിങ്ങൾ യൂസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ മാനുവലി കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അവിടെ പോകുന്നെങ്കിൽ വിർച്വൽ കാൽക്കുലേറ്ററിൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും അത് ആൻസർ കിട്ടാൻ. അപ്പൊ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. വിർച്വൽ കാൽക്കുലേറ്ററിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഏതാണ്ട് ഒരു 3 ആഴ്ച അല്ലെ, ലെസ് ദാൻ 30 ഡേയ്സേ ഉള്ളൂ. ഈ 30 ഡേയ്സിൽ മാക്സിമം നിങ്ങൾ കുറച്ച് എക്സാംസ് എഴുതി, മോക്ക് എക്സാംസ് എഴുതുക. അതുപോലെ തന്നെ കാൽക്കുലേഷൻസ് സ്പീഡപ്പ് ചെയ്യുക. യൂസ് വിർച്വൽ കാൽക്കുലേറ്റേഴ്സ്.
കഴിഞ്ഞ പ്രാവശ്യത്തെ ഗേറ്റിന് പല സ്റ്റുഡൻസിനായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ ഒരു പ്രശ്നം ഇതായിരുന്നു, അവർക്ക് വെർച്വൽ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാത്തതിന്റെ ബുദ്ധിമുട്ട് അവർക്ക് നന്നായിട്ട് ടൈമിൽ പ്രശ്നം ഉണ്ടായി. അപ്പൊ ഇനി ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇറ്റ് ഈസ് 0.0146788 എന്നാണ്, 89 എഴുതി വെക്കാം. ഇത്രയും മീറ്റേഴ്സ് ആണ് കാപ്പിലറി റൈസ് ആയിട്ട്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ തന്നിട്ടുള്ളതൊക്കെ മില്ലിമീറ്റേഴ്സിലാണ്. അപ്പൊ ഇതിനെ മില്ലിമീറ്റേഴ്സ് ആക്കുക പറഞ്ഞാൽ ഇൻറ്റു 10⁻³ ചെയ്താൽ മതി. ഇൻറ്റു 10⁻³ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം 14.67 എന്നുള്ളത് 14.68, അത്രയും മില്ലിമീറ്റേഴ്സ്. അപ്പൊ 14.68 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ഈസ് 14.68. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 14.68. ഡയറക്റ്റ് ഇക്വേഷൻ ആപ്ലിക്കേഷൻ. ഇക്വേഷൻ അറിയോ ഉത്തരം കിട്ടും, ഇക്വേഷൻ അറിയില്ലേ കിട്ടൂല. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാ വാല്യൂസും പ്രോപ്പർ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് വെക്കാം. ഇനിയിപ്പോ ഒരാൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഓൾറെഡി മില്ലിമീറ്റർ ആണെങ്കിൽ ഇത് ഡയമീറ്റർ നമുക്ക് മില്ലിമീറ്ററിൽ എടുത്തുകൂടെ വെച്ചാൽ അത് നമുക്ക് എന്ത് ചെയ്യാം, മില്ലിമീറ്റർ തന്നെ എടുത്തിട്ട് പോവാം, നോ ഇഷ്യൂ. അപ്പൊ അത് മില്ലിമീറ്റർ എടുത്തു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ബാക്കിയുള്ളതൊക്കെ പ്രശ്നം വരും. ഇപ്പൊ ഇവിടെ ഈ 10⁻³ എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻറ്റു 10⁻³ എന്നായിട്ടാണ് വരിക അല്ലെ. അതായത് ഈ 10⁻³ ആകുമ്പോൾ 1 2 3 നമുക്ക് 14.6 കിട്ടും. അപ്പൊ വേണമെങ്കിൽ ഇവിടെ മില്ലിമീറ്റേഴ്സിൽ തന്നെ കീപ്പ് ചെയ്യാം. ബട്ട് ഇറ്റ്സ് ഓൾവേസ് സേഫർ ടു ഡു ഇൻ SI യൂണിറ്റ്. എന്നിട്ട് കിട്ടിയ SI യൂണിറ്റിനെ പിന്നെ കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഇത് മാറ്റുമ്പോൾ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഈസി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, 2024 ഗേറ്റിന്റെ MSQ ആണ്, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ കറക്റ്റ് ആൻസേഴ്സ് അല്ലെങ്കിൽ അവർ പറഞ്ഞ ചോദ്യം എന്താണോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആൻസേഴ്സും നമ്മൾ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. സാധാരണ മൾട്ടിപ്പിൾ ചോയ്സ് ആകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് എടുക്കുക. ഇതിൽ അങ്ങനെയല്ല, ഇതിൽ ഏതൊക്കെ ശരിയുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ തെറ്റാണോ, എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വന്നത് അത് സെലക്ട് ചെയ്യണം. ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? കറക്റ്റ് ഏതാണെന്നാ ചോദിച്ചത്. റിഗാർഡിങ് എ ബോഡി ഫ്ലോട്ടിംഗ് ഇൻ എ ലിക്വിഡ്. ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ കാര്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവര് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഓപ്ഷൻ എ നോക്കാം. ദ ബോയിന്റ് ഫോഴ്സ് ആക്ട്സ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് വോളിയം. ശരിയാണ്, നമുക്കറിയാം. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ലിക്വിഡ്, ഒരു ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മുടെ ബോഡി ഇമ്മേഴ്സ്ഡ് ആണെങ്കിൽ, അപ്പൊ ഇത്രയും വെള്ളമാണ് ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ്, ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് നമ്മുടെ ബോയന്റ് ഫോഴ്സ് ആക്ട് ചെയ്യാം അല്ലെ. നമുക്കറിയുന്ന ബേസിക് കൺസെപ്റ്റ് ആണ്. ആ ഉത്തരം എന്താണ്? ശരിയാണ്. ഓപ്ഷൻ എ കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. റൈറ്റ്. ഫോർ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ദ മെറ്റാ സെന്റർ M മസ്റ്റ് ലൈ ബിലോ ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി. ശരിയാണോ? ഫ്ലോട്ടിംഗ് ബോഡിയാണ് പറഞ്ഞത് അല്ലെ. ഞാൻ പൊതുവെ നമ്മൾ ക്ലാസ്സിൽ കുട്ടികളോട് പറയാറുള്ളതാണ്, ഫ്ലോട്ടിംഗ് ബോഡിയും അതുപോലെ സബ്മേർജ്ഡ് ബോഡിയും, ഇതാണ് നമുക്ക് സ്റ്റെബിലിറ്റി കണ്ടീഷൻസിൽ വരാറ്. ഫ്ലോട്ടിംഗ് ബോഡി ആകുമ്പോൾ നമുക്ക് മെറ്റാ സെന്ററും അതുപോലെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും, ഇത് രണ്ടുമാണ് ഫാക്ടർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് പറയാം. സബ്മേർജ്ഡ് ആണെങ്കിൽ നമ്മൾ പറയാറുള്ളത് ബോയൻസി പോയിന്റും സെന്റർ ഓഫ് ബോയൻസിയും അതുപോലെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും, ഇത് രണ്ടും വെച്ചിട്ടാണ്. ഓക്കെ, സ്റ്റേബിൾ കണ്ടീഷൻ ആവണമെങ്കിൽ ഇവിടെ M മുകളിലും G താഴെയായിരിക്കണം. ഇവിടുത്തെ കേസ് ആണെങ്കിൽ ബോയൻസി ഫോഴ്സ് മുകളിലും, ബോയൻസി ഫോഴ്സ് അല്ല, സെന്റർ ഓഫ് ബോയൻസി മുകളിലും G താഴെയായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇത് സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ അൺസ്റ്റേബിൾ എങ്ങനെയായിരിക്കും? നേരെ തിരിച്ച് അല്ലെ. അൺസ്റ്റേബിൾ എങ്ങനെയായിരിക്കും? നേരെ തിരിച്ചു വരും. അതായത് ജീന്റെ താഴെയാണ് മെറ്റാ സെന്റർ വരിക, ഇവിടെയാണെങ്കിലോ ജീന്റെ താഴെയാണ് ബോയൻസി വരിക. അങ്ങനെയാണെങ്കിൽ ഇത് എന്താവും? അൺസ്റ്റേബിൾ ആവും. അപ്പൊ ഇത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കുക. ഞാൻ പൊതുവെ നമ്മുടെ ബിടെക്കിൽ കുട്ടികൾ പഠിക്കുമ്പോൾ നമ്മൾ പറയാറുള്ളത് എന്താ വെച്ചാല്, ഇപ്പൊ എപ്പോഴും ഓർത്തുക്കുക, ജി എന്ന് പറയുന്നത് എപ്പോഴും താഴെയായിരിക്കും, എന്നാലേ സ്റ്റേബിൾ ആയി. ജീന്റെ തട്ട് താണ് തന്നെ ഇരിക്കും എന്ന അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു നാക്കിന് എന്തെങ്കിലുമൊക്കെ MG ശ്രീകുമാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചാല് നിങ്ങൾക്ക് അത് മറക്കൂല എന്ന അർത്ഥത്തിൽ, കൺഫ്യൂഷൻ ആവില്ല എന്നുള്ള അർത്ഥത്തിൽ ഓർത്തെക്കാൻ എളുപ്പമായിരിക്കും.
അപ്പൊ ആ നേരത്തെ ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് ചിന്തിക്കുന്ന ആ ഒരു ടൈം പോലും ഉണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുന്ന ആ ടൈം പോലും മേ ബി ഒരു 30 സെക്കൻഡ് ആണെങ്കിൽ അതുപോലും വാല്യുബിൾ ആണ് നമുക്ക് ഗേറ്റിന്. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് ലൈക്ക് ഇപ്പൊ ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യാറ്. ഇപ്പൊ നമ്മള് പൊതുവെ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരു ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്, കാരണം ഐ എൻ അങ്ങനെ റിലേറ്റഡ് ആണ്. അപ്പൊ അതേപോലെ ഫ്ലോട്ടിംഗ് ബോഡിയുടെ സ്റ്റേബിൾ കണ്ടീഷൻ എമ്മും ജി ആണെങ്കിൽ എം ജി ശ്രീകുമാർ, ഇത് പെട്ടെന്ന് മനസ്സിലോർത്താൽ ആ ഓർമ്മയിൽ എം മുകളിൽ വരും, ജി താഴേക്കും വരും. അതായത് ഇങ്ങനെ രണ്ടാമത്തെ കേസ് ജി താഴെ ആകുമ്പോഴാണ് സ്റ്റേബിൾ കേസ് എന്ന അർത്ഥത്തിലായാൽ, രണ്ടാമത്തെ സബ്മേർജ്ഡ് ആണെങ്കിൽ നമുക്ക് അത് കിട്ടുക ചെയ്യും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഫ്ലോട്ടിംഗ് ബോഡിയാണ്. ഫോർ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ദ മെറ്റാ സെന്റർ മസ്റ്റ് ലൈ ബിലോ ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി. മെറ്റാ സെന്റർ മസ്റ്റ് ലൈ ബിലോ ദി സെന്റർ ഗ്രാവിറ്റി. അത് സ്റ്റേബിൾ ആണോ? അത് സ്റ്റേബിൾ ആണ്. അത് അൺസ്റ്റേബിൾ ആണ്. അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് തെറ്റാണ്. ഓക്കെ, മൂന്നാമത്തെ സെന്റൻസ് നോക്കാം. ഫോർ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ദ മെറ്റാ സെന്റർ എം മസ്റ്റ് ലൈ എബവ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി. മെറ്റാ സെന്റർ എം മസ്റ്റ് ലൈ എബവ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി. സ്റ്റേബിൾ അല്ലേ? സ്റ്റേബിൾ ആണ്, തെറ്റല്ല, ശരി തന്നെയാണ് സെന്റൻസ്. സി ഓപ്ഷൻ ഈസ് റൈറ്റ്. ലാസ്റ്റ് ഓപ്ഷൻ, ദ വെയിറ്റ് ഓഫ് ദ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. അറിയുന്നതാണ് ആർക്കിമിഡീസിന്റെ പ്രിൻസിപ്പിൾ പ്രകാരം അല്ലെ. ഒരു ബോഡി അതിൽ വെള്ളത്തിലേക്ക് ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റ് എന്താണോ അതായിരിക്കും ആ ബോഡിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് അറിയുന്ന കേസാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ഓൾസോ റൈറ്റ്. ഇവിടെ ചോദ്യം എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്. കറക്റ്റ് ഏതാ? ഓപ്ഷൻ എ ഈസ് കറക്റ്റ്, ഓപ്ഷൻ സി ഈസ് കറക്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഓൾസോ കറക്റ്റ്. അതായത് ഓപ്ഷൻ ബി ഒഴികെ ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ ആൻസറിൽ മാർക്ക് ചെയ്യണം. എയും സിയും ഡിയും മൂന്നും എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ആകുമ്പോൾ ക്ലിക്ക് ചെയ്യാൻ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ ബോക്സ് പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിങ്ങനെ മൂന്നും ക്ലിക്ക് ചെയ്യാം. അതല്ല മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഇത് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്ക്വയർ ബോക്സസ്. ഓക്കെ, അതിലെ മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിലോ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് ആയിരിക്കും. ഏതാണോ ആൻസർ അത് ഒറ്റ പ്രാവശ്യം ഏതെങ്കിലും ഒരു ഓപ്ഷനെ അവിടെ ക്ലിക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, സിമ്പിൾ ആണല്ലോ. ഈ കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. ഫ്ലോട്ടിംഗ് ബോഡി ആണ് ചോദിച്ചത്, നാളെ ചിലപ്പോൾ സബ്മേർജ്ഡ് ചോദിക്കാം, രണ്ടിന്റെയും വേറെ എന്തെങ്കിലും രീതിയിൽ ചോദിക്കാം. രണ്ടും എളുപ്പത്തിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഗേറ്റ് 2022 2 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് അടുത്തത്. നമുക്ക് നോക്കാം. എ സ്റ്റഡി ഇൻകംപ്രസിബിൾ 2-dimensional വെലോസിറ്റി ഫീൽഡ് ഈസ് ഗിവൺ ബൈ v is equal to ax plus bi plus c minus ay into j. Okay, where a, b, c are constant. ആയിക്കോട്ടെ. The expression for the acceleration in the x direction is. എക്സ് ഡയറക്ഷനുള്ള ആക്സിലറേഷന്റെ എക്സ്പ്രഷൻ ഓപ്ഷൻസ് നോക്കുക. അപ്പൊ മിക്കവാറും നമ്മൾ ആ ഇക്വേഷൻ എടുത്തിട്ട് അറക്കേണ്ടി വരും. ആ ആക്സിലറേഷന്റെ ഇക്വേഷൻസ് കുറച്ച് ലെങ്തിയർ ഇക്വേഷൻ ആണ്, പക്ഷെ അതൊരു എന്താണ്, ഒരു സൈക്ലിക് ഓർഡറിലാണ് ആ ഇക്വേഷൻ വരുന്നത്. അതുകൊണ്ട് എന്തില്ല, നമുക്കതൊരു ബുദ്ധിമുട്ടല്ല. നമുക്ക് എഴുതാം u ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വി ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡോ യു ബൈ ഡോ സെഡ്. ഇത് എക്സ് ആയതുകൊണ്ടാണ് യു യു യു. ഓക്കെ, ഇത് എ വൈ ആണെങ്കിലോ ഡോ വി ഡോ വി ഡോ വി, എ സെഡ് ആണെങ്കിലോ ഡോ ഡബ്ല്യു ഡോ ഡബ്ല്യു ഡോ ഡബ്ല്യു. ഇവിടെ 2-dimensional ആകെ യു ഐയും വി ജെയും അല്ലെ, കെ അല്ല. അതായത് ഈ സെഡ് ടേമിന്റെ ഈ ഭാഗത്തിന്റെ ആവശ്യമില്ല, നമുക്ക് ഇത് മതി. ഇതാണ് എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി. അപ്പൊ ഇത് ഏത് ഫോർമാറ്റിലാണ് നമുക്ക് തന്ന ഇക്വേഷൻ? ഇത് യു ഐയും വി ജെയും ആണ്. അതായത് u is equal to ax plus b and v is equal to c minus ay. അപ്പൊ നമുക്ക് ഈ ടേംസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ax equal to അതിന് താഴെ that is equal to u എന്താ, ax plus b into ഡോ യു ബൈ ഡോ എക്സ്. ഡോ യു ബൈ ഡോ എക്സ് വരുമ്പോൾ a മാത്രമേ ഉള്ളൂ, that is a plus v എന്താ, c minus ay into ഡോ യു ബൈ ഡോ y. ഡോ യു ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ വൈയിൽ ഇവിടെ y കമ്പോണന്റ് ഉണ്ടോ? ഇല്ല. സോ ദിസ് ടേം ബിക്കംസ് 0 ഓർ ഐ ക്യാൻ സേ ax. therefore ax എന്ന് പറഞ്ഞാൽ ax എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ax plus b into a ആണ്. ഓപ്ഷൻ ഉണ്ടോ?
ഓപ്ഷനിൽ ബ്രാക്കറ്റ് തുറന്നിട്ടാണ്. അപ്പൊ എന്താ വരിക? എ സ്ക്വയർ എക്സ് പ്ലസ് എ ബി ഉണ്ടോ? യെസ്, ഓപ്ഷൻ എ സ്ക്വയർ എക്സ് പ്ലസ് എ ബി. കണ്ടോ, വളരെ ബേസിക് ഡിഫറൻസിയേഷനും ആ ആക്സിലറേഷന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ 2 മാർക്സ് ആണ് ഗേറ്റിന്. കാരണം അത്രയും സിമ്പിൾ ആണ്. നിങ്ങൾ അത് പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വിഷയമല്ലാത്ത കാര്യമാണ്. വളരെ എളുപ്പത്തിൽ ക്വാളിഫൈ ചെയ്യാം. നിങ്ങൾക്ക് സിംഗിൾ ഡിജിറ്റും ഡബിൾ ഡിജിറ്റും റാങ്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ അത് എഫേർട്ട് എടുത്ത് പ്രിപ്പയർ ചെയ്യണം. അക്യൂറസിയും ടൈമിനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ ബേസിക് ആയിട്ടുള്ള കണ്ടന്റ്സുകൾ, ഇക്വേഷൻസുകൾ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഗേറ്റ് 2021 ന്യൂമറിക്കൽ എടുക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഈ വന്നിട്ടുള്ളത്. ഗേറ്റ് 2021 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം. ഈ ന്യൂമറിക്കൽ അറ്റൻഡ് ടൈപ്പ് ആണെങ്കിൽ നമ്മൾ അവിടെ കറക്റ്റ് വാല്യൂ എന്ത് ചെയ്യണം? അവിടെ എഴുതണം. ചിലപ്പോൾ ഒരു ചെറിയ റേഞ്ച് ഓഫ് വാല്യൂസ് അവർ അക്സെപ്റ്റബിൾ ആയിരിക്കും. അപ്പൊ കഴിയുന്നതും നമ്മൾ കറക്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ എ വെലോസിറ്റി ഫീൽഡ്. ഒരു വെലോസിറ്റി ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്. വി ഈസ് ഈക്വൽ ടു 2x² മൈനസ് y² ഓഫ് I പ്ലസ് വി ജെ. വി ആണ്, ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. വി തന്നിട്ടുണ്ട്. വി ജെ, വിയുടെ ടേം എന്തോ ടേം ആണ്, നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ പറയില്ലേ സാധാരണ UI പ്ലസ് വി ജെ അല്ലേ? അതിൽ യു എന്ന് പറഞ്ഞാൽ ഇതാണ്. വി എന്താന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. മിക്കവാറും വി കാണാനായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഇഫ് ദ ഫ്ലോ ഈസ് സ്റ്റഡി ആൻഡ് ദ y component ഓഫ് വെലോസിറ്റി the y component ഓഫ് വെലോസിറ്റി v at xy11 ഈസ് ഡാഷ്. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ പറയണത് വെച്ചാല് UI പ്ലസ് വി ജെ എന്ന് പറയുന്ന ഒരു വെലോസിറ്റി ഫീൽഡ് ഉണ്ട്. ആ വെലോസിറ്റി ഫീൽഡ് ഒരു ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ്, അതൊരു സ്റ്റഡി ഫ്ലോ ആണ്. എങ്കിൽ ഈ y കമ്പോണന്റ് വാല്യൂ എന്തായിരിക്കും വെൻ എക്സും വൈയും 1ന്റെ വാല്യൂ വന്നു കഴിഞ്ഞാൽ? എക്സും വൈന്റെയും വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ ഈ വിയുടെ വാല്യൂ എന്താണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. ഈ വിയുടെ വാല്യൂ 0 വരും വെൻ y ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ടേമുകൾ ഉണ്ടാവും. എക്സിന്റെ ടേമിലാണെങ്കിലും ഇൻറ്റു വൈ തന്നെയാണ് വരിക. അപ്പോഴാണ് y 0 ആകുമ്പോൾ v 0 ആവുള്ളൂ അല്ലെ? ഇത് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ട്രിക്കി വേല് നമുക്ക് പെട്ടെന്ന് നോക്കായിരുന്നു. പക്ഷെ ഇവിടെ ഓപ്ഷൻ അല്ല, നമ്മൾ ചെയ്യുന്നേ വേണം. ഓക്കെ, 2 മാർക്കിനാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതെന്താണ്, നേരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാ. ഇൻകംപ്രസിബിൾ ഫ്ലോ ആൻഡ് സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ? എന്താണ്? du ബൈ dx പ്ലസ് dv ബൈ dy ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ. 2 ഡയമെൻഷൻ ആണ്, അതുകൊണ്ട് 3 ഡയമെൻഷൻ എടുക്കുന്നില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഫ്ലോ എന്താണ്? സ്റ്റഡിയും ഇൻകംപ്രസിബിൾ ആണ്. ഇറ്റ് വിൽ സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ അല്ലെ? അപ്പോ എന്താണ്? ഇപ്പൊ ഇവിടെ നമുക്ക് UI ഉണ്ട്, വി ജെ ഉണ്ട്. യു എന്താണ് നമുക്കറിയാം, 2x² മൈനസ് y² ആണ്. വി എന്താണ് നമുക്കറിയോ? ഇല്ല, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചതിന് ശേഷം എക്സും വൈയും വാല്യൂ ഉണ്ടെങ്കിൽ അവിടെ 1 ഇട്ട് കൊടുക്കണം. ആ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാറിയോ? ഡോ യു ബൈ ഡോ എക്സ് കാണാം. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് 2x² അല്ലേ? 2x² എന്ന് പറഞ്ഞാൽ അത് എന്താവും? 4x ആവും. ഡോ യു ബൈ ഡോ എക്സ്. അങ്ങനെയെങ്കിൽ ഡോ വി ബൈ ഡോ വൈ എന്തായിരിക്കും? യെസ്, നമുക്കറിയാം സ്റ്റഡി ഫ്ലോവും ഇൻകംപ്രസിബിൾ ആണെങ്കിൽ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഷുഡ് ബി 0. അതില് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് പ്ലസ് 4x ആണെങ്കിൽ അപ്പൊ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോഴല്ലേ 0 വരിക. അപ്പൊ ആ ആഡ് ചെയ്യേണ്ട നമ്പർ എന്താണോ വരിക? അത് -4x അല്ലേ വരിക അല്ലെ? കാരണം ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴാണ് 0 വരുന്നെങ്കിൽ ഇത് 4x ആണ്, ഇത് -4x ആണ് അല്ലെ? അങ്ങനെയെങ്കിൽ അപ്പോൾ വി എന്താ? ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ വി കിട്ടും. അപ്പൊ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു വൈ. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? എനിക്ക് വി എന്താ കിട്ടുക? വി ദേ -4xy കിട്ടും. വിയുടെ ഇക്വേഷൻ കിട്ടി. ഈ വി എന്താ? വി അല്ല നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ വി എന്താണ്? -4xy. വൈന്റെ വാല്യൂ ഇവിടെ 0 ഇട്ടാ ഈ ടേം മൊത്തം 0 ആവില്ലേ? അപ്പൊ വിന്റെ വാല്യൂ 0. അപ്പൊ നമ്മുടെ അസംഷനും വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എളുപ്പമാണ്. ഞാൻ എന്താ ചോദിച്ചത്? എങ്കിൽ ഈ വിയുടെ y കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഈ വി കാണാനാണ്.
വെൻ ദ വെലോസിറ്റി അറ്റ് വി ഈസ് എക്സ് വൈ 1 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ 1ഉം വൈന്റെ വാല്യൂ 1ഉം വരുമ്പോൾ ഈ വിന്റെ വാല്യൂ എന്താണോ വരിക? എന്താ വരിക? therefore ഇവിടെ എഴുതി വെക്കാട്ടെ ഞാൻ. therefore v at 1 the value will be -4. എക്സിനും വൈനും 1 വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ എന്താ വരിക? -4. സിമ്പിൾ അല്ലെ? 2 മാർക്ക് 2021 2 മാർക്ക് കിട്ടാൻ എളുപ്പമാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇനി അന്ന് കൊറോണ ആയതുകൊണ്ട് ഇവരെങ്ങനെ ആക്കിയാണല്ലോ. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് അങ്ങനെ നമുക്ക് ഈസിലി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളേ ഉള്ളൂ. ഇത് പ്രശ്നം എന്താ വെച്ചാല് നമ്മൾ ഈ ചിലർ 4ാം കൊല്ലം അപ്പോഴേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ടാവും അല്ലെ? അത് നിങ്ങൾ ഈ ബിടെക്കിന്റെ ലൈഫിൽ തന്നെ ഇത് പഠിക്കുന്ന കാലത്ത്, ഈ സബ്ജക്റ്റുകൾ പഠിക്കുന്ന കാലത്ത് അതത് സബ്ജക്റ്റുകളുടെ ചെറിയൊരു നോട്ട്, മെയിൻ ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ്, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് വെച്ചിട്ട് ആക്കി വെച്ചാൽ നിങ്ങൾക്ക് ഗേറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. വളരെ എളുപ്പത്തിൽ ക്വാളിഫൈ ചെയ്യാം. ഭയങ്കരമായ പരിശ്രമം നിങ്ങൾ നടത്തേണ്ടത് സിംഗിൾ ഡിജിറ്റോ ഡബിൾ ഡിജിറ്റോ റാങ്ക് കിട്ടാനാണ്. ഓക്കെ, ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ പലരും അതിനെക്കുറിച്ച് അൺഅവെയർ ആണ്, അത്ര സീരിയസ്ലി നോക്കാത്തതിന്റെ പ്രശ്നം. ഓക്കെ, സോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം ഫോർ 2023 MSQ ക്വസ്റ്റ്യൻ ആണ്. അതും 2 മാർക്കിന്റെ MSQ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ്. നമുക്ക് നോക്കാം. 2 മാർക്കിന്റെ MSQ ഫോർ എ ഫുള്ളി ഡെവലപ്ഡ് ലാമിനാർ ഫ്ലോ ഏതാണ്? ലാമിനാർ ഫ്ലോ ആണ്. ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ത്രൂ എ സ്ട്രെയിറ്റ് പൈപ്പ് ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? ലാമിനാർ ഫ്ലോ ആണ്, പൈപ്പ് ഫ്ലോ ആണ്, ഫ്ലൂയിഡ് ഇൻകംപ്രസിബിൾ ആണ്. ഇങ്ങനെയുള്ള ഒരു കേസിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ താഴെയുള്ളത് എന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത്, the maximum velocity is twice the average velocity. ശരിയാണോ? ശരിയാണ്. നമുക്ക് അതിന്റെ പൈപ്പ് ഫ്ലോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് യു മാക്സ് ബൈ യു ആവറേജ് എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും 2 ആണ് അല്ലെ? സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ട്വൈസ് ദി ആവറേജ് വെലോസിറ്റി. കറക്റ്റ് ആണ്. ദ ഷിയർ സ്ട്രെസ് അറ്റ് വാൾ ഈസ് 0. ഷിയർ സ്ട്രെസ് അറ്റ് വാൾ ഈസ് 0. ഒരിക്കലുമല്ല. വാളിലാണ് മാക്സിമം ഷിയർ സ്ട്രെസ് ഉള്ളത്. ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പ്രഷർ ഡിഫറൻറ്റ് ഡ്രോപ്പ് വെച്ചിട്ട് -dp/dx × r/2. അപ്പോ ഈ ആറിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഷിയർ സ്ട്രെസ് കൂടും. എവിടെ ആറ് എത്തുക? മാക്സിമം ആ പൈപ്പിന്റെ റേഡിയസ് വരെ എത്തും, അതിന്റെ വാൾ വരെ എത്തും. അപ്പൊ ഇതാണ് അതിന്റെ മാക്സിമം വാല്യൂ. അപ്പൊ ഷിയർ സ്ട്രെസ് അറ്റ് വാൾ ഈസ് 0 എന്നല്ല, അറ്റ് മാക്സിമം എന്നാണെങ്കിൽ അത് കറക്റ്റ് ആണ്. 0 എന്നായതുകൊണ്ട് അത് തെറ്റാണ്. 0 എവിടെ വരിക? ആ പൈപ്പിന്റെ സെന്ററിൽ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തത്, the pressure drop is proportional to the volume flow rate. പ്രഷർ ഡ്രോപ്പിന്റെ ഇക്വേഷൻ എന്താ പൈപ്പ് ഫ്ലോയില്? അത് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു 128 mu LQ by pi d⁴. ഇത് ഓർത്തക്കണേ. ചിലപ്പോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പ്രഷർ ഡ്രോപ്പും വോളിയം ഫ്ലോ റേറ്റ്. പ്രഷർ ഡ്രോപ്പ് വോളിയം ഫ്ലോ റേറ്റ്. അപ്പൊ പ്രഷർ ഡ്രോപ്പ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ഫ്ലോ റേറ്റ്. ചിലപ്പോൾ ഇങ്ങനെ വരും, പ്രഷർ ഡ്രോപ്പ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫോർത്ത് റൂട്ട് അല്ല, റേസ് ടു ഡയമീറ്ററിന് പവർ 4 വരുന്നതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ റേസ് ടു 4 ആണ്. അങ്ങനെയും വരാം. അപ്പൊ അത് രണ്ടും ഓർത്തെക്കണേ. ഇത് ഇങ്ങനെയും വരാം, ചിലപ്പോൾ ഇത് ഇങ്ങനെയും വരാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രഷർ ഡ്രോപ്പും വോളിയം ഫ്ലോ റേറ്റും ആണ്. ദി ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇക്വേഷൻ അറിയണം, അത് ശരിയാണ്. The velocity profile is parabolic. വെലോസിറ്റി പ്രൊഫൈൽ പാരബോളിക് ആണെങ്കിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയില്ലേ? -1/4 mu ∂p/∂x × r² - r² എന്നാണ്. ഇതാണ് വെലോസിറ്റി പ്രൊഫൈൽ. അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം വെലോസിറ്റി എന്ന് പറയുന്നത് r² ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പൈപ്പ് ഫ്ലോ എടുക്കുമ്പോഴേ, പൈപ്പിലെ നമ്മളൊരു ഇത് ക്ലോസ്ഡ് പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഷിയർ സ്ട്രെസ് ലീനിയർ ആയിട്ടുള്ള പ്രൊഫൈലാണ്. അതേസമയം വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാരബോളിക് ആണ്. അഥവാ സെന്ററിൽ മാക്സിമം വെലോസിറ്റി, എൻഡിലേക്ക് എത്തുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു വരുന്നു. ഷിയർ സ്ട്രെസിന്റെ കേസിലാണെങ്കിലോ
ഷിയർ സ്ട്രെസ്സിന്റെ കേസിലാണെങ്കിൽ എൻഡ്ക്ക് എത്തുമ്പോഴേക്ക് മാക്സിമം ഷിയർ സ്ട്രെസ്, സെന്ററിൽ എത്തുമ്പോൾ ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ 0. വെലോസിറ്റി ആണെങ്കിൽ ഇത് വെലോസിറ്റിയും ഇത് ഷിയർ സ്ട്രെസ്സുമാണ്. ഓക്കെ, അപ്പൊ അത് പാരബോളിക് നേച്ചർ ആണ്, മാറ്റൊന്നുമില്ല. സോ ദിസ് ഇസ് ഓപ്ഷൻ ഇസ് ഡി. ചോദ്യം എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? ശരിയായ സ്റ്റേറ്റ്മെന്റുകളെ മാർക്ക് ചെയ്യാനാണ്. ഓപ്ഷൻ എ, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. അപ്പൊ ഓപ്ഷൻ ബി തെറ്റാണ്. അതെന്ത് ചെയ്യണ്ട, നമ്മൾ മാർക്ക് ചെയ്യരുത്. എയും സിയും ഡിയും എന്ത് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്യണം. പാർഷ്യൽ ആൻസറിങ് MSQല് മാർക്ക് നേടിത്തരില്ല. നിങ്ങൾ എയും സിയും മാർക്ക് ചെയ്തു, അല്ലെങ്കിൽ എയും ഡിയും മാർക്ക് ചെയ്തു, അതും അല്ലെങ്കിൽ സിയും ഡിയും മാർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഏതോ ഒന്നേ മാർക്ക് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. പക്ഷെ നിങ്ങൾ അങ്ങനെ മാർക്ക് ചെയ്തു, ഇനിയിപ്പോ നിങ്ങൾ അറിയാതെ കൊണ്ടുപോയിട്ട് ബിയിൽ കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്താലും എന്തില്ല, ആ ക്വസ്റ്റ്യൻ നെഗറ്റീവ് മാർക്ക് വരുന്നില്ല. അതെന്ത് ചെയ്യില്ല, അത് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, 3 ആൻസറും കറക്റ്റ് ആയിട്ട്, ഇപ്പൊ ഇതിൽ 3 ആൻസറാ കറക്റ്റ്. ചിലപ്പോൾ നാളെ ഒരു ക്വസ്റ്റ്യൻ 2 ആൻസർ കറക്റ്റ് ഉള്ളതായിരിക്കാം. ആ കറക്റ്റ് ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സിനെയും സെലക്ട് ചെയ്യുമ്പോഴേ നമുക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടും. പാർഷ്യൽ ആയിട്ടുള്ള ഒരു മാർക്കിംഗ് എന്തില്ല, MSQസിൽ വരുന്നുണ്ടാവില്ല. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗേറ്റ് 2021 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളതായിരുന്നു. ഓയിൽ മ്യൂ ഈക്വൽ ടു, വിസ്കോസിറ്റി ആണ് 0.1 പാസ്കൽ സെക്കൻഡ്, റോ ഡെൻസിറ്റി is 900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, flows through a 20 mm diameter pipe of 100 mm length. മ്യൂ തന്നിട്ടുണ്ട് 0.1 പാസ്കൽ സെക്കൻഡ് ആണ്, റോ തന്നിട്ടുണ്ട് 900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്, ഫ്ലോസ് ത്രൂ എ 20 mm ഡയാമീറ്റർ പൈപ്പ്, ഡയാമീറ്റർ തന്നിട്ടുണ്ട് 20 millimeter എന്ന് പറഞ്ഞാല് 1 2 3 0.02 meters, ലെങ്ത് തന്നിട്ടുണ്ട് 100 മീറ്റർ ലെങ്ത്, ഡയമീറ്റർ പൈപ്പ് ഓഫ് 100 മീറ്റർ ലെങ്ത്. ഇഫ് ദ ഫ്ലോ റേറ്റ് ഈസ്, ഫ്ലോ റേറ്റ് തന്നിക്കണ് 0.1 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എങ്ങനെയാ നമ്മൾ മീറ്റർ ക്യൂബ് ആക്കുക? 0.1 into 10 to the power minus 3 0.1 to 10 to the power minus 3 meter cube per second, or I can write it down as 10 to the power minus 4 meter cube per second. ഇങ്ങനെ എഴുതാം. If the flow rate is 0.1 liters per second, the pressure drop in kilopascal, pressure drop എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പ്രഷർ ഡ്രോപ്പിന്റെ ഇക്വേഷൻ നമുക്ക് ജനറലി നമുക്ക് എന്ത് പറയാം, 4FLV²/2 GD ഇൻറ്റു റോ ജി എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ ഡ്രോപ്പിന്റെ ജനറൽ ഇക്വേഷൻ കിട്ടും. നമുക്ക് സാധാരണ പ്രഷർ ഡ്രോപ്പും ഇവിടെ നമുക്ക് ഡിസ്ചാർജും ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, പ്രഷർ ഡ്രോപ്പും ഡിസ്ചാർജും വരുന്ന ഇക്വേഷൻ എന്താ? ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 128 മ്യൂ എൽ ക്യൂ ഡിവൈഡഡ് ബൈ പൈ ഡി റൈസ് ടു 4. ഇത് എപ്പോഴാ പറ്റുക? only if the flow is laminar. ലാമിനാറിന്റെ കേസിലാണ് ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫ്ലോ ലാമിനാർ ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ഞാൻ അതിന്റെ റെയ്നോൾഡ്സ് നമ്പർ കാണണം. റെയ്നോൾഡ്സ് നമ്പർ ഈസ് റോ വി ഡി ബൈ മ്യൂ. റോ തന്നിട്ടുണ്ട്, വി തന്നിട്ടില്ല, ഡി തന്നിട്ടുണ്ട്, മ്യൂ തന്നിട്ടുണ്ട്, ക്യൂ ബൈ എ. യെസ്, ഇവിടെ എനിക്ക് റോ തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്, മ്യൂ തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടില്ല. എങ്ങനെയാണ് എനിക്ക് വെലോസിറ്റി കിട്ടുക? വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് ഡിസ്ചാർജ്, ഓർ ഐ ക്യാൻ സേ വെലോസിറ്റി വി എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ ഏരിയ. ഡിസ്ചാർജ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 10 to the power minus 4, എല്ലാം SI യൂണിറ്റിലാക്കണേ, ഡിവൈഡഡ് ബൈ ഏരിയ പൈ ബൈ 4 ഡി സ്ക്വയർ, പൈ ബൈ 4 ഡി സ്ക്വയർ. ഡി എത്രയാ? 0.02. ഇതിന്റെ സ്ക്വയർ. നേരെ ചെയ്താൽ എനിക്ക് വെലോസിറ്റി കിട്ടൂലേ? വെലോസിറ്റി കിട്ടാൻ വേറെ പണിയില്ല, നമുക്ക് നോക്കാം. ഡിവൈഡഡ് ബൈ 0.02. ഞാൻ സയന്റിഫിക് അടുത്ത് ഞാൻ കാൽക്കുലേറ്റർ എൻ്റെ കയ്യിൽ സയന്റിഫിക് ഇല്ല, ഞാൻ അതുകൊണ്ട് തന്നെ മാനുവൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോഴുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. 10 to the power minus 4 into π by 8.
ഓക്കെ, വെലോസിറ്റി എനിക്ക് വന്നിട്ടുള്ളത് 0.318 എന്നാണ്. 0.318 അപ്രോക്സിമേറ്റ്ലി ഞാൻ ചെയ്തതാണ്. ദാറ്റ് ഈസ് ദിസ് മച്ച് മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ എനിക്ക് റെയ്നോൾഡ്സ് നമ്പർ കണ്ടൂടെ? therefore റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ റോ എത്രയാ? 900. വെലോസിറ്റി എത്രയാ? 0.318. ഡയമീറ്റർ ഡി എത്രയാണ്? 0.02 ഡിവൈഡഡ് ബൈ മ്യൂ എത്ര? 0.1 ആ? മ്യൂ ഈസ് 0.1. എത്ര ചെയ്ത് നോക്കിയേ? 900 into 100 into 0.318 into 0.02 divided by 0.1 ചെയ്യുമ്പോൾ the value I get is 57.24. 57.24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is less than 2300, which means the flow is laminar. റെയ്നോൾഡ്സ് നമ്പർ 2300 താഴെയാണെങ്കിൽ അത് ലാമിനാർ ഫ്ലോ ആണ് അല്ലെ. 4000 മുകളിലാണെങ്കിൽ അത് നമ്മൾ ടർബുലന്റ് കേസ് പറയും. ഇവിടെ ഇത് ലാമിനാർ ഫ്ലോ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? എനിക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. പ്രഷർ ഡ്രോപ്പ് കാണാനല്ലേ ചോദിച്ചിട്ടുള്ളൂ. യെസ്, നേരെ ആ ഇക്വേഷൻക്ക് വാല്യൂ ഇട്ടാൽ മതി. ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങളിത് പ്രഷർ ഡ്രോപ്പ് മറ്റേ ലാമിനാറിന്റെ കേസിൽ അല്ലാതെ മറ്റേ ഡാർസി വേസ് ബാച്ച് വെച്ചിട്ട് നിങ്ങൾ മറ്റേ ഡാർസി വേസ് ബാച്ച് എടുത്തതിന് പ്രശ്നമല്ല, പക്ഷെ ക്യൂവിന്റെ വാല്യൂ എടുത്ത് കൊണ്ടുവരാനാണ് ബുദ്ധിമുട്ട്. അപ്പൊ ആ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഡെൽറ്റ പി പ്രഷർ ഡ്രോപ്പ് 128 ഇൻറ്റു മ്യൂ എത്രയാ? 0.1 ഇൻറ്റു ലെങ്ത് എൽ എത്രയാ തന്നിട്ടുള്ളത്? എൽ 100 മീറ്റേഴ്സ് ആണ്. SI കൊണ്ട് തന്നെയാണ്, നോ പ്രോബ്ലം. Q is 10 to the power -4 ഡിവൈഡഡ് ബൈ പൈ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. ഇൻറ്റു ഡി ഈസ് 0.02 the whole raised to 4. ഇത് ചെയ്താൽ ഡെൽറ്റ പി നേരെ കിട്ടും. 128 into 0.1 into 100 into 10 to the power -4 equal to divided by shift pi into 0.02 whole raised to 4. The answer is 254647.9089 എന്നാണ്. നമുക്ക് 9 എഴുതാം. ഇത്രയും പാസ്കൽ. ഇങ്ങനെ ഒരു ആൻസർ അതിൽ ഇല്ലല്ലോ. see, it is given in kilo pascal. ഓപ്ഷൻസ് ആർ ഗിവൺ ഇൻ കിലോ പാസ്കൽ. ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ ഇതേ വാല്യൂ ആയിരിക്കും ഒരു ഓപ്ഷൻ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ നമ്മൾ അത് കാണുമ്പോൾ ഈ വാല്യൂ ആണ്, ഇത് ഓപ്ഷൻ ഡി ആണ്, നമ്മൾ വേഗം എടുത്തിടും. അത് ശ്രദ്ധിക്കണം. അവര് യൂണിറ്റ് തന്നിട്ടുള്ളത് ഇൻ കിലോ പാസ്കലാ. കിലോ പാസ്കൽ വേണം കാണാൻ. ഇത് പാസ്കലാണ്. അപ്പോ കിലോ പാസ്കൽ ആകുമ്പോൾ എത്ര വരിക? 254.647 or 65. ഇത്രയും കിലോ പാസ്കലാണ്. അപ്പൊ അതേതാ ഓപ്ഷൻ? 254.6. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. കുറച്ചധികം ഇക്വേഷൻസ് എടുക്കണം, കുറച്ചുകൂടെ ശ്രദ്ധയിൽ ചെയ്യണം എന്നുണ്ട്. വിർച്വൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മുടെ മാനുവൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്ന ആ സ്പീഡ് കിട്ടൂല. അത് പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, പക്ഷെ ശ്രദ്ധിക്കണം. ഓക്കെ, 2 മാർക്കിന്റെ ഒരു ചോദ്യമായിരുന്നു. ഇതൊക്കെ നമ്മൾ ബിടെക് ലൈഫിൽ സ്ഥിരം കാണുന്ന വളരെ ബേസിക് ആയ ഇക്വേഷൻ ആണ്. ബേസിക് ഫണ്ടമെന്റൽസ് വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ചോദ്യങ്ങൾ കുറച്ച് വരുന്നതും കുറച്ച് ആപ്ലിക്കേഷൻ ലെവലും വരുന്നുണ്ട്. നമ്മുടെ റാങ്ക് ഡിസൈഡേഴ്സിനെ ചൂസ് ചെയ്യാൻ അതുപോലത്തെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഓക്കെ, സോ ഹിയർ കംസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ സെൻട്രിഫ്യൂഗൽ പമ്പ്. അപ്പൊ ഇത് ഈ പ്രഷറിന്റെ കേസിലെ ഇത് പറയുന്ന നേരത്ത് ജസ്റ്റ് 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. ഇനിയിപ്പോ അത് നിങ്ങൾ മിസ്സാവേണ്ട വെച്ചിട്ടാ. നമ്മൾ ലാമിനാർ ഫ്ലോ ആണെങ്കിൽ നമ്മൾ ഇതിന് ഹേഗൻ പോയ്സൻലി ഇക്വേഷൻ എന്നാ പറയാറ്. 32 മ്യൂ UL/d². ഓക്കെ, അത് ഹെഡ് ലോസ് ആയിട്ട് കാണുകയാണെങ്കിൽ HF എന്ന് പറയുമ്പോൾ എന്താണ്? HF റോ ഡെൽറ്റ P/ρg. ഓക്കെ, അപ്പൊ എന്താ വരിക? 32 മ്യൂ UL/ρg/d². ഇത് എപ്പോഴാ വരിക അറിയോ? ലാമിനാർ കേസിനാണ്. ഹേഗൻ പോയ്സൻലി ഇക്വേഷൻ അങ്ങനെ എന്തോ ആണ്. അതിന്റെ സ്പെല്ലിംഗ് നോക്കണ്ട, അങ്ങനെ എന്തോ ആണ് ഹേഗൻ പോയ്സൻലി ഇക്വേഷൻ. പിന്നെ അതേപോലെ ഹെഡ് ലോസിന് നമുക്ക് പറയാവുന്ന മറ്റൊരു കേസ് ഉണ്ട്. HF ഡെൽറ്റ P/ρg ആയിട്ട് പറയാം. ദാറ്റ് ഈസ്
4FLV²/2GD. ഇതിനെയാണ് നമ്മൾ ഡാർസി വെയ്സ്ബാച്ച് ഇക്വേഷൻ എന്ന് പറയാം. ഇത് എല്ലാത്തിനും പറ്റും, ലാമിനാർ ആയിക്കോട്ടെ ടർബുലന്റ് ആയിക്കോട്ടെ അതിനൊക്കെ പറ്റും. വേർ എഫ് ഈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, 4F എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറയും. L ലെങ്ത്, V വെലോസിറ്റി, G D എന്നൊക്കെ സ്ഥിരം ഏർപ്പാട് തന്നെ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ ഒപ്പം ഓർത്തു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഡെലിവേഴ്സ് വാട്ടർ അറ്റ് എ ഫ്ലോ റേറ്റ് ഓഫ് 0.05 meter cube per second against a net head of 30 meters. If the pump operates at 1500 RPM, the specific speed of the pump in RPM, specific speed ആകുമ്പോൾ പ്രശ്നം യൂണിറ്റ്, is round off to 2 decimal places. ഇവിടെ പമ്പാണ് പറഞ്ഞിട്ടുള്ളത്. പമ്പിന്റെ സ്പെസിഫിക് സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? NS is equal to N into root of Q divided by H raised to 3/4. പമ്പിന്റെ കേസിൽ ഇങ്ങനെയാണ് സ്പെസിഫിക് സ്പീഡ്. ഓക്കെ, എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ടോ? 1500 RPM എന്ന് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ഇൻറ്റു റൂട്ട് ഓഫ് ക്യൂ, ഡിസ്ചാർജ് എത്രയാ? 0.05 ഡിവൈഡഡ് ബൈ എച്ച്. എച്ച് എന്താ? എച്ച് ഹെഡ് എത്രയാ? 30 റേസ് ടു 3/4. സിമ്പിൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ, വേറെ ഒന്നും ചെയ്യാനില്ല. 0.05 ഈക്വൽസ് ഇൻറ്റു 1500 ഈക്വൽസ് ഡിവൈഡഡ് ബൈ 30 റേസ് ടു എന്താണ്? റേസ് ടു 3/4. The value I get is 26.165 എന്നാണ്. റൗണ്ട് ഓഫ് ടു 2 decimal places എന്നാണെങ്കിൽ 26.17 എന്ന് എനിക്ക് എഴുതാം. സോ ദാറ്റ് ഈസ് 26.17 റൗണ്ട് ഓഫ് ടു 2 decimal places. ക്ലിയർ അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, എളുപ്പല്ലേ? അതായത് ആ ഇക്വേഷൻ അറിയാമെങ്കിൽ, ഇപ്പൊ അതായത് പമ്പിനും ടർബൈനിന്റെ കേസിൽ നമ്മൾ സ്പെസിഫിക് സ്പീഡ് പറയാറുണ്ട്. അതിൽ പമ്പിന്റെ കേസിലാണ് N√Q/H⁻². 3/4. ഇനി ഇതിനൊപ്പം ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത്, ഈ NS സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും തരുന്നത് പമ്പിൽ യൂസ് ചെയ്യുന്ന ഇംപെല്ലർ ഉണ്ടല്ലോ, പമ്പിലെ ഇംപെല്ലറിന്റെ ഷേപ്പിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇൻഫോംസ് ഷേപ്പ് ഓഫ് ഇംപെല്ലർ. ഇത് ആ സ്പെസിഫിക് സ്പീഡ് പഠിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ അതിൻ്റെ ഒപ്പം മനസ്സിലാക്കേണ്ടതാണ്. അതായത് സേ പമ്പിന്റെ കേസിൽ സ്പെസിഫിക് സ്പീഡിന്റെ റേഞ്ച് ഐ ക്യാൻ സേ 10 to 30, 30 to 60, അതുപോലെ 60 to മോർ ദാൻ 160 പ്ലസ്. ഇങ്ങനെയാണെങ്കിൽ ഏത് ഇംപെല്ലർ ടൈപ്പ് ആണ്, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇംപെല്ലർ ടൈപ്പ് ഏതാണ്? അത് 10 to 30 ആണെങ്കിൽ റേഡിയൽ ആണ്. 10 to 30 എന്ന് പറഞ്ഞാൽ ചെറിയ സ്പെസിഫിക് സ്പീഡുകളാണ്. ചെറിയ സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇംപെല്ലറിന്റെ ഡയാമീറ്റർ വലുതായിരിക്കും, പക്ഷെ പാസേജ് നാരോ ആയിരിക്കും. ഓക്കെ, അതാണ് റേഡിയൽ പാസേജ് എന്ന് പറയുന്നത്. അതായത് ഇംപെല്ലറിന്റെ ഡയാമീറ്റർ വലുതായിരിക്കും, അതേസമയം പാസേജ് എന്തായിരിക്കും? ചെറുതായിരിക്കും. ഇപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഇത് ഹൈ ഹെഡിനാണ് യൂസ് ചെയ്യുക. അതുപോലെ പാസേജ് ചെറുതാണെങ്കിൽ ലോ ഫ്ലോ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പ്. ഓക്കെ, അതേപോലെ 30 to 60 ആണെങ്കിൽ ഇംപെല്ലർ ടൈപ്പ് മിക്സഡ് ആണ്. അപ്പോൾ ഇവിടെ ഹെഡ് മീഡിയം ഹെഡ് ആയിരിക്കും, ഫ്ലോ എന്തായിരിക്കും? മീഡിയം ഫ്ലോ ആയിരിക്കും. അതുപോലെ NS കൂടുതലായി കഴിഞ്ഞാൽ ദ ഇംപെല്ലർ ടൈപ്പ് ഈസ് ആക്സിയൽ. ആക്സിയൽ ആകുമ്പോൾ ഹെഡ് എന്തായിരിക്കും? ലോ ഹെഡ് ആയിരിക്കും. അതുപോലെ ഹൈ ഫ്ലോ ആയിരിക്കും. പറയുകയാണെങ്കിൽ പ്രൊപ്പല്ലർ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പെസിഫിക് സ്പീഡ് ഫോർ ദ കേസ് ഓഫ് പമ്പ് കേട്ടോ. അതായത് സ്പെസിഫിക് സ്പീഡ് ഇംപെല്ലർ ഡിസൈൻ ആണ് ചെയ്യുക. പമ്പിന്റെ കേസിൽ ഇംപെല്ലറിന്റെ ഡിസൈൻ ചെയ്യുക. അതേപോലെ സ്പെസിഫിക് സ്പീഡ് ടർബൈനിലുണ്ട്, മാറിപ്പോകരുത്. ടർബൈന്റെ കേസിൽ അത് റണ്ണറിന്റെ ഡിസൈനിങ്ങിനാണ് അത് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇവിടെ നാരോ റേഡിയൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാരോ റേഡിയൽ ഫ്ലോയിൽ നിന്ന് ഇത് എന്ത് ചെയ്യുന്നു? ആക്സിയൽ ഫ്ലോയിലേക്ക് സ്പെസിഫിക് സ്പീഡ് ഇങ്ങനെ കൂടുന്നതനുസരിച്ചിട്ട്
നാരോ ഉള്ള റേഡിയൽ ഫ്ലോയിൽ നിന്ന് നേരെ ആക്സിയൽ ഫ്ലോയിലേക്ക് പോകുന്നു, ആക്സിയലിന്റെ വൈഡിലേക്ക് പോകുന്നു. അങ്ങനെയാണ് അതിന്റെ ഒരു മീനിങ് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ടർബൈന്റെ കേസ് ആണെങ്കിലോ, ടർബൈന്റെ കേസ് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ അത് പഠിക്കുക. ടർബൈന്റെ കേസിൽ സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ റൂട്ട് പി പവർ എൻ റൂട്ട് പി ബൈ എച്ച് റേസ് ടു 5/4 ആണ്. ഇറ്റ് ഈസ് എച്ച് റേസ് ടു 5/4. ദിസ് ഈസ് ദ കേസ് ഫോർ ടർബൈൻ. ഓക്കെ, ഇനി ആ ടർബൈന്റെ കേസിലും എൻ എസിന്റെ വേരിയേഷൻ, ഇതിങ്ങനെ പറയുമ്പോൾ എന്താ പറയുക, എല്ലാം പറയണം തോന്നുന്നു. കാരണം നിങ്ങൾക്ക് ഇൻഫോർമേഷൻ, നമ്മൾ ചെറിയൊരു പോർഷൻ ആണെങ്കിലും എടുക്കുന്ന ആ പോർഷനിലെ മാക്സിമം ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അത് പറയുന്നത്. അപ്പോൾ എൻ എസിന്റെ വാല്യൂ സി 8.5 to 30, പിന്നെ വേരിയേഷൻ വരുന്നത് 30 to 60, പിന്നെ വരുന്നത് 30 to 60 കഴിഞ്ഞിട്ട് പിന്നെ 60 to 300, പിന്നെ 300 to above, ഒരു 1000 എന്നുള്ള അർത്ഥത്തിൽ പറയാം, 3000. അപ്പൊ ഇതാണ് എൻ എസിന്റെ വാല്യൂ എങ്കിൽ ഫോർ ടർബൈൻ ട്ടോ, ടർബൈന്റെ കേസ് ആണെങ്കിൽ ഏത് ടൈപ്പ് ടർബൈൻ യൂസ് ചെയ്യണം നമുക്ക് അറിയാൻ പറ്റും ഇഫ് ഐ നോ ദി സ്പെസിഫിക് സ്പീഡ്. അപ്പൊ ഇവിടുത്തെ കേസിൽ ചെറിയ എൻ എസ് ആണെങ്കിൽ നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറുള്ളത് പെൽറ്റൺ ആണ്. ആദ്യത്തെ 2 കേസിൽ 60 വരെ പെൽറ്റൺ ആണ്. സ്പെസിഫിക്കലി പറയാറുണ്ട് 30ന്റെ താഴെയാണെങ്കിൽ സിംഗിൾ ജെറ്റ് ഉള്ള പെൽറ്റൺ ആയിരിക്കും. ഇവിടെ ആകുമ്പോൾ സിംഗിൾ അല്ല, എന്താ മൾട്ടി ജെറ്റിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാറ്. 60 to 300 പിന്നെ ആ ഓർഡറിലാണ് ഫ്രാൻസിസും പിന്നെ കപ്ലാൻ ടർബൈൻ ഓർ നമ്മൾ പ്രൊപ്പല്ലർ ടർബൈൻ പറയാറുണ്ട്. ഏതാണ്ട് ഒരേപോലെ തന്നെ കപ്ലാനും പ്രൊപ്പല്ലറും ചെറിയൊരു വ്യത്യാസം തന്നെ മാത്രമേ ഉള്ളൂ. പെൽറ്റൺ വീൽ ആണെങ്കിൽ എന്താ പ്രത്യേകത? പെൽറ്റൺ വീൽ ആണെങ്കിൽ ഹൈ ഹെഡ് ആണ്. പെൽറ്റൺ വീലിന് ഹൈ ഹെഡ് ആണ്, ഫ്രാൻസിസിന് മീഡിയം ഹെഡ് ആണ്, കപ്ലാന് ലോ ഹെഡ് ആണ് കേട്ടോ. പെൽറ്റൺ ആണെങ്കിൽ അതും കൂടെ ഇവിടെ എഴുതിയേക്കാം അല്ലെ, ഹൈ ഹെഡ് ആണ്. പെൽറ്റണിന് ഹൈ ഹെഡ് ആണ്. ഹൈ ഹെഡ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ നമ്മൾ പറയാറുള്ളത് 300 മീറ്റർ എന്ന് പറയാറുണ്ട്. ഫ്രാൻസിസ് ആണെങ്കിൽ മീഡിയം ഹെഡ് ആണ്. മീഡിയം ഹെഡിന്റെ റേഞ്ച് നമ്മൾ പറയാറുള്ളത് 60 മീറ്റർ ടു 300 മീറ്റർ. പിന്നെ ലോ ഹെഡ് ആണ് ഏത് വരിക? കപ്ലാൻ വരിക. കപ്ലാൻ ലോ ഹെഡ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 60 മീറ്റർ. ഓക്കെ, അതായത് പെൽറ്റന്റെ കേസിൽ പറയാണ് അതിന് ഗ്രേറ്റർ ദാൻ 300 മീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അതിന് ഡയമീറ്റർ ലാർജ് ആണ്, പക്ഷെ റണ്ണർ ഷേപ്പ് നാരോ ആണ്. ഓക്കെ, റണ്ണർ നാരോ ആണ്, ഡയമീറ്റർ ലാർജ് ആണ്. അതായത് നമുക്ക് കൂടുതൽ ഹെഡ് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെൽറ്റൺ ചൂസ് ചെയ്യണം. അവിടെ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലോ എന്തായിരിക്കും? കുറവായിരിക്കും. അതേസമയം കപ്ലാൻ അല്ലെങ്കിൽ പ്രൊപ്പല്ലറിന്റെ ടർബൈന്റെ കേസിലോ അവിടെ ക്വാണ്ടിറ്റി വളരെ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ അതിന്റെ എന്താണ് ഈ പാസേജ് എന്തായിരിക്കും? പാസേജ് വലിപ്പം ഉണ്ടാവില്ല, വലിപ്പമായിരിക്കും, ഡയമീറ്റർ ചെറുതായിരിക്കും. അതായത് വലിയൊരു ഹെഡിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, പക്ഷെ വലിയൊരു ക്വാണ്ടിറ്റി നമുക്ക് കുറച്ച് അടുത്തുള്ള സ്ഥലത്തേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ ഒരു സ്പെസിഫിക് സ്പീഡിൽ നിന്ന് നമുക്ക് കിട്ടുക. അത് ടർബൈൻ ഉണ്ട്, പമ്പുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇക്വേഷൻ പോകരുത്, അത് മാത്രം ശ്രദ്ധിക്കുക. ടർബൈന്റെ കേസിൽ h⁵ ആണ്. പമ്പിന്റെ കേസിൽ h⁵ ആണ്. പമ്പിന്റെ കേസിൽ ഡിസ്ചാർജ് ആണ് റൂട്ടിനുള്ളിൽ വരിക, ഇവിടെ പവർ ആണ് റൂട്ടിനുള്ളിൽ വരിക. ഓക്കെ, കമ്പയർ ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടെ നേരെ നമുക്ക് അത് ഓർമ്മ ഉണ്ടാവും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a laminar boundary layer over a flat plate, the ratio of displacement thickness to the momentum thickness, അതിനാണ് നമ്മൾ ഷേപ്പ് ഫാക്ടർ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് അറിയായിരിക്കും ഷേപ്പ് ഫാക്ടർ. For the Blaisius solution is approximately for a laminar boundary layer over a flat plate, the ratio of the displacement thickness to the momentum thickness known as shape factor for the Blaisius solution. Okay, Blaisius solution അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. Blaisius solution എന്താണ്? Blaisius solution. What is Blaisius solution? Blaisius solution ആണ് അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്നുള്ളതും എന്താണ് മൊമെന്റം തിക്നെസ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്
ദാറ്റ് ഈസ് ഡെൽ സ്റ്റാർ എന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ ഈ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറഞ്ഞാൽ? ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറഞ്ഞാല് ഈ ബൗണ്ടറി ലെയർ ഫോർമേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും? അവിടെ ഫ്ലോ റേറ്റ് റിഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ റിഡക്ഷൻ ഇൻ ഫ്ലോ റേറ്റിനെ ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ബൗണ്ടറി എത്രത്തോളം നീക്കണം, അതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ബ്ലേഷ്യസ് ഇക്വേഷൻ പ്രകാരം ദ വാല്യൂ ഈസ് 1.72x divided by root of Reynolds number at that point x. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ബ്ലേഷ്യസ് സൊല്യൂഷനിൽ അതാണ്. ഇനി മൊമെന്റം തിക്നെസ്. മൊമെന്റം തിക്നെസ് തീറ്റ. എന്താണ് മൊമെന്റം തിക്നെസ്? അതായത് ഈ ബൗണ്ടറി ലെയർ ഫോർമേഷൻ കാരണം അവിടെ ആ ഫ്ലോയുടെ മൊമെന്റം ഫ്ലക്സ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ കുറഞ്ഞ ഫ്ലക്സിന് അത് എത്രയാണോ കുറഞ്ഞ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എത്രയാണോ എൻ്റെ ഈ ബൗണ്ടറി നീക്കേണ്ടത് അതിനെയാണ് നമ്മൾ മൊമെന്റം തിക്നെസ് പറയാ. ബ്ലേഷ്യസിന്റെ ഇക്വേഷൻ പ്രകാരം മൊമെന്റം തിക്നെസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 0.664x ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് റെയ്നോൾഡ്സ് നമ്പർ അറ്റ് ദാറ്റ് പോയിന്റ് അറ്റ് ദാറ്റ് സെക്ഷൻ എക്സ്. ഓക്കെ, അപ്പൊ ഷേപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ഇപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഷേപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ സ്റ്റാർ ബൈ തീറ്റ എന്നാണ്. അപ്പൊ ഇതിനെ നേരെ ഇട്ട് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 1.72 ബൈ 0.664. ഇത് ചെയ്ത് നോക്കിയാൽ പോരെ. 1.72 ഡിവൈഡഡ് ബൈ 0.664 ചെയ്യുമ്പോൾ ദ വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി 2.5903 എന്നൊക്കെ പോകുന്നുണ്ട്. 2.59 ഓപ്ഷൻ ഉണ്ടോ? യെസ്, ദർ ഇസ് ഓപ്ഷൻ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് 2.59. ഓക്കെ, കഴിഞ്ഞ ഗേറ്റ് 2025 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്ലേഷ്യസിന്റെ ഈ രണ്ട് സൊല്യൂഷൻസ് അറിയണം, ഇക്വേഷൻസ് അറിയണം, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫണ്ടമെന്റൽസ്, ബേസിക് ഫണ്ടമെന്റൽസ് എന്ന് നമ്മൾ കാണുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗേറ്റ് 2025 കഴിഞ്ഞ 2025 ഗേറ്റിൽ വന്നിട്ടുള്ള MSQ ആണ്. നമുക്ക് നോക്കാം. ഫോർ എ 2-dimensional incompressible irrotational flow, okay, which of the following statements is or are always true? എപ്പോഴും ശരിയാവുന്നത് എന്താണ്? ശ്രദ്ധിക്കുക, വിച്ച് ഈസ് ഓൾവേസ് ട്രൂ എന്നാട്ടോ പറയുന്നത്. അപ്പൊ ചിലപ്പോൾ സെന്റൻസ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ എത്തുമ്പോൾ ട്രൂ എന്നല്ല, എപ്പോഴും ആ കണ്ടീഷൻ ശരിയായിരിക്കണം എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഈസ് ട്രൂ എന്നും ഈസ് ഓൾവേസ് ട്രൂ എന്ന് പറയുമ്പോൾ ചെറിയ സ്ലൈറ്റ് വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക. ദ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ സാറ്റിസ്ഫൈസ് ദി ലാപ്ലാസ് ഇക്വേഷൻ. അത് ഏത് കണ്ടീഷനിലാണ്? ഇവർ ഈ ക്വസ്റ്റ്യനിൽ തന്ന കണ്ടീഷൻ 2-dimensional, അത് പോട്ടെ, ഇൻകംപ്രസിബിൾ ആണ്, ഇറൊട്ടേഷണൽ ഫ്ലോ ആണെങ്കിൽ അത് എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എന്താ നമുക്കറിയാം, ദാറ്റ് ഈസ് ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു 0 ആണ്. That means it satisfies Laplace condition, no problem. The stream function psi satisfies the Laplace equation. ശരിയല്ലേ? ശരിയാണ്. എപ്പോഴത് സാറ്റിസ്ഫൈ ചെയ്യുക? ഇവർ പറഞ്ഞ ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ പ്രകാരം ഇൻകംപ്രസിബിൾ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ ആണോ എങ്കിൽ ആ സ്ട്രീം ഫംഗ്ഷൻ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കും, സംശയമൊന്നുമില്ല. സോ ഓപ്ഷൻ ബി ഈസ് ഓൾസോ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ഓൾസോ കറക്റ്റ് ആൻസർ. Option C, the circulation around any closed curve in the flow field is 0. The equation എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. The circulation around any closed curve V dot dl is equal to 0. ഇത് എപ്പോഴും ശരിയല്ലേ? ഇത് ശരിയാണ്. ഇത് ഈ ഇക്വേഷൻ എന്താ പറയുന്ന പേരെന്താ? ഇന്റഗ്രൽ ഓഫ് വി ഡി എൽ ഈസ് ഈക്വൽ ടു 0. ഇതിനൊരു പേരുണ്ട്. ചില ആൾക്കാർക്ക് അതിന്റെ പേര് ചിലവരിപ്പോ ഓർമ്മിക്കാറില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ദിസ് ഈസ് കോൾഡ് ദി കെൽവിൻ തിയറം. കെൽവിൻ തിയറം അല്ലെങ്കിൽ സ്റ്റോക്സ് തിയറം അപ്ലിക്കേഷൻ ആണിത്. സ്റ്റോക്സ് തിയറം അപ്ലിക്കേഷൻ. അപ്പൊ മൂന്നാമത്തെ ശരിയാണ്, ഇനി നാലാമത്തും കൂടെ ശരിയാണെന്ന് നോക്കിയാൽ മതി. ദ ഫ്ലോ മസ്റ്റ് ബി സ്റ്റഡി. The flow must be steady, which is always true. ഒരു 2-dimensional ആയ ഫ്ലോ എപ്പോഴും സ്റ്റഡി ആവണമെന്നുണ്ടോ? ഇല്ല, അൺസ്റ്റഡി ആവാം. ഒരു ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലോ അത് എപ്പോഴും സ്റ്റഡി ആവണമെന്നുണ്ടോ? ഇല്ല, അൺസ്റ്റഡി ആവാം. ഒരു ഇറൊട്ടേഷണൽ ആയ ഫ്ലോ
അതെപ്പോഴും സ്റ്റഡി ആവണമെന്നുണ്ടോ? ഇല്ല, അൺസ്റ്റഡി ആവാം. ഈ കണ്ടീഷൻ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ഫ്ലോ എപ്പോഴും സ്റ്റഡി ആവണം എന്നില്ല, അത് അൺസ്റ്റഡി ആവാം. സോ ഇത് എപ്പോഴും ട്രൂ അല്ല. ചിലപ്പോൾ സ്റ്റഡി ആവാം, ചിലപ്പോൾ സ്റ്റഡി ആവാതിരിക്കാം. സോ ഓപ്ഷൻ ഡി ഈസ് റോങ്. അപ്പൊ കറക്റ്റ് ആൻസേഴ്സ് ഏതൊക്കെയാ? എ, ബി, സി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എയും ബിനെയും സിനെയും നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അപ്പോഴാണ് കറക്റ്റ് ആൻസേഴ്സ് കിട്ടുക. Okay, I think this is the last question we will be dealing today. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. 2021 ഗേറ്റില് ചോദിച്ചിട്ടുള്ള ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Here the question is given: a venturi meter with a throat diameter, a venturi meter with a throat diameter 10 centimeter is fitted diameter of throat 10 centimeter എന്ന് പറഞ്ഞാൽ 0.1 meter is fitted in a horizontal pipeline of 20 centimeter diameter. അപ്പോൾ pipeline diameter 20 centimeter ആണ്, that is 0.2 meter. The pressure differential between the inlet and the throat is measured as 10 centimeter of mercury. അതായത് ഈ ഒരു പ്രഷറിന്റെ ഗേജ് വെച്ചിട്ട് നോക്കുമ്പോൾ അതിലൊന്നിൽ മെർക്കുറി ആണുള്ളത്. പൈപ്പ് കൂടെ ഫ്ലോ ചെയ്യണത് എന്താന്ന് നമുക്കറിയില്ല. അപ്പൊ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഈ മെർക്കുറി ആണ് ആ നമ്മുടെ മാനോമീറ്റർ ആയിരിക്കാം കൺസ്ട്രക്ട് ചെയ്ത് വിചാരിച്ചോ. ആ മാനോമീറ്ററിൽ ആ ട്യൂബിന്റെ ഉള്ളിൽ മെർക്കുറി ആണുള്ളത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന പ്രഷറിന്റെ റീഡിങ് അഥവാ പ്രഷർ ഡിഫറൻഷ്യൽ റീഡിങ് കാണിക്കുന്നത് 10 സെന്റിമീറ്റർ ഓഫ് മെർക്കുറി ആണ്. ഓക്കെ, മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 13.6, which means density is 13,600. If the coefficient of discharge CD is 0.98, then the flow of water, discharge കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് in liters per second. ഓക്കെ, ഇത് വെഞ്ചുറി മീറ്ററിന്റെ കേസാണ്. വെഞ്ചുറി മീറ്ററിൽ ഡിസ്ചാർജ് കാണുന്ന ഇക്വേഷൻ എന്താ? Q is equal to CD into നമുക്ക് എന്ത് ചെയ്യാം? A1 A2 അല്ലെങ്കിൽ CD അവിടെ നിൽക്കട്ടെ. തിയറട്ടിക്കൽ ഡിസ്ചാർജ് പറയുമ്പോൾ A1 A2 root of 2GH divided by root of എന്തായിരുന്നു? A1 square minus A2 square. A1 എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? പൈപ്പിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ദിസ് വൺ ഇസ് D1. 2 എന്ന് പറയുന്നത് ത്രോട്ട് ഏരിയനെ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ ഏരിയ കണ്ടൂടെ? എനിക്ക് D1 എന്താ തന്നിട്ടുള്ളത്? D1 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് 0.2 മീറ്റർ ആണ്. Therefore ഏരിയ 1 എന്ന് പറഞ്ഞാൽ π/4 D1 സ്ക്വയർ, ദാറ്റ് ഈസ് π/4 into 0.2 സ്ക്വയർ. ഷിഫ്റ്റ് പൈ ഡിവൈഡഡ് ബൈ 4 into 0.2 സ്ക്വയർ ചെയ്യുമ്പോൾ 0.0314 പിന്നെ അങ്ങനെ പോകുന്നുണ്ട്. 15 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്ര എഴുതിയാൽ മതി. ഇത്രയും മീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ A1. പിന്നെയോ D2 തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ത്രോട്ടിൻ്റെത് 0.1 മീറ്റർ ആണ്. Therefore A2 എന്ന് പറഞ്ഞാൽ π/4 ഓഫ് D2 സ്ക്വയർ. π/4 ഓഫ് D2 ഈസ് 0.1 സ്ക്വയർ. ചെയ്ത് നോക്കിയാൽ പോരെ? 0.00785 0.00785 ഇത്രയും മീറ്റർ സ്ക്വയർ ആണ് A2. ഓക്കെ, അപ്പൊ A1 അറിയാം, A2 അറിയാം, A1 അറിയാം, A2 അറിയാം, 2 അറിയാം, G അറിയാം. H എന്താ? യെസ്, H എന്താ? H ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന അറിയോ? ഇവിടെ H എന്ന് പറഞ്ഞാൽ നേരെ 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 മീറ്റർ എന്ന് പറഞ്ഞ വാല്യൂ ഇട്ടിട്ട് അങ്ങോട്ട് Hന് പോകും. അത് ശരിയാണോ? H എന്ന് അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനോമെട്രിയുടെ ഹെഡാണ്. ഇവിടെ നമുക്ക് 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ മെർക്കുറി കാരണം അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നത് വാട്ടർ ആണെന്ന് പറഞ്ഞു. അപ്പൊ പൈപ്പ് കൂടെ പോകുന്നത് വാട്ടർ ആണ്. എന്നിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് മെർക്കുറി മാനോമീറ്ററിലാണ്. അതിൽ കാണുന്ന ഡിഫ്ലക്ഷൻ ആണ് 10 സെന്റിമീറ്റർ. അപ്പൊ X കിട്ടാൻ എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ? എന്താ? മാനോമെട്രിക് ഹെഡ് കിട്ടാൻ H is equal to X into നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്തായിരുന്നു? S ഓഫ് ദി ഫ്ലൂയിഡ്
എസ് ഓഫ് ദി ഫ്ലോ എസ് ഓഫ് ദി പൈപ്പ് -1 അല്ലെ, ഇങ്ങനെയല്ല ഇക്വേഷൻ. അഥവാ നമുക്ക് നേരെ വാല്യൂ ചെയ്താൽ എക്സ് എന്താ, എക്സ് 10 സെന്റിമീറ്റർ ആണ്, ദാറ്റ് ഈസ് 0.1 ഇൻറ്റു നമുക്ക് ഏതാണ് മെർക്കുറി 13.6 മെർക്കുറി അല്ലേ, 13.6 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 12.6 കിട്ടും. ഇത് 1.26 ആണ് എച്ച് കിട്ടിയത്, 1.26 അല്ലെ. അപ്പൊ എല്ലാ വാല്യൂ ആയി. അപ്പൊ ക്യൂ തിയറട്ടിക്കൽ കിട്ടാൻ A1 A2 A1 എന്താ 0.0314 ഇൻറ്റു A2 0.00785 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു ജി ഈസ് 9.81, ജിക്ക് 9.81 തന്നെ എടുക്കുക, ഇൻറ്റു എച്ച് എന്താ 1.26, the whole divided by root of A1 square minus A2 square. ഇത്രയും ചെയ്താൽ എനിക്ക് ക്യൂ തിയറട്ടിക്കൽ ആൻസർ കിട്ടും. ഇത് ചെയ്ത് നോക്കിയേ. 0.0314 ഇൻറ്റു 0.00785 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.81 ഇൻറ്റു 1.26 0.00122 divided by root of 0.0314 square minus 0.00785 square. The value I get is 0.04031 എന്നൊക്കെ പറയും. ഇത്രയും മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചത് എന്താ, ഡിസ്ചാർജ് കാണാനാണ്. അപ്പൊ ഞാൻ കയറിയിട്ട് 0.0403 എന്ന ആൻസർ എഴുതിയാൽ അത് തെറ്റാണ്, മാർക്ക് പോകും. മാർക്ക് പോകുന്ന പറഞ്ഞാൽ മാർക്ക് കിട്ടൂല. എന്താ കിട്ടാത്തത്? നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മളോടക്ക് ഇവിടെ സി ഡി വാല്യൂ തന്നിട്ടുണ്ട് 0.98. അത് അതിനർത്ഥം തിയറട്ടിക്കൽ വാല്യൂ അല്ല എടുക്കേണ്ടത്, നമ്മൾ ആക്ച്വൽ വാല്യൂ എടുക്കേണ്ടത്. അപ്പൊ ആക്ച്വൽ വാല്യൂ എന്താ, ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ സി ഡി അല്ല, ആക്ച്വൽ തിയറട്ടിക്കൽ അല്ല, ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഡി ഇൻറ്റു തിയറട്ടിക്കൽ ഡിസ്ചാർജ് ആണ്. അപ്പൊ സി ഡി എന്താ 0.98 ഇൻറ്റു ഇതിന്റെ വാല്യൂ എത്ര, എത്രയായിരുന്നു 0403. അപ്പൊ ഈ ആൻസറിലേക്ക് ഇൻറ്റു 0.98 ചെയ്താൽ അപ്പൊ എനിക്ക് ആൻസർ എന്താ കിട്ടുക അറിയോ, 0.0395043 അങ്ങനെ പോകുന്നുണ്ട്. ഇത്രയും മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലേ. അപ്പൊ ഞാൻ പോയിട്ട് എന്ത് ചെയ്യണം, 0.0395 എന്ന ആൻസർ ഇവിടെ എഴുതിയാൽ അപ്പോഴും അത് തെറ്റാണ്. എന്താണ് കാരണം, ഇവിടെ ലിറ്റേഴ്സ് പെർ സെക്കൻഡിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, ടൈപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡാ. ദെർഫോർ ക്യൂ ആക്ച്വൽ ലിറ്റേഴ്സിലാക്കണമെങ്കിൽ ഇൻറ്റു 10 to the power 3 1 2 3. അപ്പോ 39.504 എന്നൊക്കെയാണ്, 504 ഇത്രയും ഉദ്ദേശിക്കാം ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. അപ്പൊ നോക്കിയേ ആ വാല്യൂ ഉണ്ടോ, ആ വാല്യൂ ഉണ്ടോ എന്നല്ല, നമ്മൾ ടൈപ്പ് ചെയ്യാൻ. അപ്പൊ 39.504. ഇവിടെ ഡെസിമൽ വല്ലതും പറഞ്ഞേക്കണോ, ഇല്ല. സോ വി ക്യാൻ റൈറ്റ് ഡൗൺ ആസ് 39.504 എന്നാണെങ്കിലും എന്ത് ചെയ്യാൻ കാണിക്കും. ഓക്കെ, അപ്പൊ ചെറിയ സ്ലൈറ്റ് ചേഞ്ച് ഉണ്ട്. അപ്പൊ 39.5 39.6 ഇതൊക്കെ ചിലപ്പോൾ അക്സെപ്റ്റഡ് ആക്കി ഒരു റേഞ്ച്. കാരണം ഇവിടെ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഏരിയന്റെ വാല്യൂ നിങ്ങൾ ഇവിടെ 0.007 എടുത്തിട്ടുള്ളെങ്കിൽ വാല്യൂ മാറ്റം വരും, ചെറിയൊരു ചേഞ്ച്. 0.078 എടുക്കുന്നുണ്ടെങ്കിൽ വാല്യൂ മാറ്റം വരും. ഇവിടെ ഞാൻ 0.785 എടുത്തു. അതേസമയം ഇവിടെ ഞാൻ 0.03 എടുക്കുന്നെങ്കിൽ മാറ്റമുണ്ട്. 0.031 ആണ് എടുക്കണമെങ്കിൽ മാറ്റമുണ്ട്. ഞാൻ 0.0314. അപ്പൊ ചെറിയൊരു വേരിയേഷൻ ഒക്കെ വരാം. പക്ഷെ അതും കൂടെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇവരുടെ ആൻസർ ഇവർ ചെക്ക് ചെയ്യുക. എക്സാക്ട് ഇങ്ങനെ കിട്ടണം എന്നല്ല, ഒരു ചെറിയൊരു റേഞ്ചിന്റെ ഉള്ളിൽ അവരിടും. ആ റേഞ്ചിനുള്ള ആൻസർ കിട്ടിയാൽ മതി. ഓക്കെ, പിന്നെ നമ്മുടെ മാനുവൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്ന പോലെ ആവില്ല. വെർച്വൽ കാൽക്കുലേറ്റർ കുറച്ചുകൂടി ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ അതും കൂടെ കൺസിഡർ ചെയ്തായിട്ടായിരിക്കാം അവർ ആ റേഞ്ചും വാല്യൂം, ഈ ഡെസിമലിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ആ ഒരു റേഞ്ച് എന്ത് ചെയ്യും അവരെപ്പോഴും അത് അവിടെ കൺസിഡർ ചെയ്യും.
ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ജസ്റ്റ് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയതാണ്. ഒരുപാട് ഏരിയാസിൽ നിന്ന് ഒരുപാട് കൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഇപ്രാവശ്യത്തെ IIT ഗുവാഹട്ടിയാണ് ഇപ്രാവശ്യത്തെ അല്ലെ നമ്മുടെ ഇത് എക്സാം അവർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ 2010-ലെയും 2018-ലെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നുകൂടി ഒന്ന് നിങ്ങൾ നോക്കുക. അവർ കാരണം ആ ഓരോ IIT-യിലും അവരുടെ റിസർച്ച് ഏരിയ വരുന്ന ഒരു മെയിൻ ഏരിയ ഉണ്ടാവും. അവിടെയാണ് കൂടുതൽ വളരെ ബേസിക് ആയ ഫണ്ടമെന്റൽ ഏരിയാസിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. ഇപ്പൊ ഇപ്രാവശ്യത്തെ പ്രകാരം എക്സ്പേർട്സ് ആയിട്ടുള്ള ചില ആൾക്കാരുടെ ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ്ങും തെർമൽ എന്നുള്ള വളരെ ബേസിക്കും ഫണ്ടമെന്റലും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ ഈ തെർമലിന്റെ സൈഡിൽ നിന്ന് നമ്മുടെ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സും തെർമോഡൈനാമിക്സും ഒക്കെ അതിന്റെ ഏറ്റവും ബേസിക് കാര്യങ്ങളും കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടൊക്കെ വരും. അപ്പൊ വളരെ ബേസിക് ആയ കാര്യങ്ങൾ നോക്കുക. ഏതാണ്ട് കുറച്ച് ദിവസങ്ങളും കൂടെ ഇനി നിങ്ങൾക്ക് ഗേറ്റ് എഴുതുന്ന ആസ്പിറൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ളൂ. അപ്പൊ ഈ ഒരു കുറച്ച് കാലം നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഒരു പുതിയ ടോപ്പിക് ഒന്നും പഠിക്കാൻ നിൽക്കരുത്. ഓൾറെഡി പഠിച്ച ടോപ്പിക്കുകൾ തന്നെ വീണ്ടും നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതാം. എവിടുന്നൊക്കെ മോക്ക് ടെസ്റ്റുകൾ എഴുതാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ മോക്ക് ടെസ്റ്റ് മാക്സിമം എന്ത് ചെയ്യാം, നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഓൺലൈനിലാണ് മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ചിലത് ഓഫ്ലൈനിൽ ചിലർ നൽകുന്നുണ്ടാവും. പക്ഷെ ഓൺലൈനിൽ തന്നെ നിങ്ങൾ ചെയ്ത് ശീലിക്കുക. കാരണം എന്താ പറയുക, നിങ്ങൾ ഗേറ്റ് എഴുതാൻ പോകുമ്പോഴും ഇതുപോലെ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലായിരിക്കും ചെയ്യുക അല്ലെ. ഐ മീൻ ഓഫ്ലൈനിലും ചിലപ്പോൾ അവർ അവിടെ തന്നെ പോയിട്ടായിരിക്കും ചെയ്യുക. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു അറിയോ, നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ എപ്പോഴാണ് ഗേറ്റിന് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് രാവിലത്തെ സെഷനാണ് ഫ്രം 9:30 to 12:30 ആണെങ്കിൽ നിങ്ങൾ കഴിയുന്നതും എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ആ ടൈമിലായിരിക്കണം. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ഇനിയിപ്പോ മോക്ക് ടെസ്റ്റ് ഇല്ല, നിങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടൈം 9:30 to 12:30 നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സീരിയസ്നെസ്സിലായിരിക്കണം. അങ്ങനെ നിങ്ങൾ അടുത്തൊരു മാസം നിങ്ങൾ ആ ഒരു ടൈം ഇന്റർവെല്ലിൽ എപ്പോഴും എക്സാമിന്റെ ഒരു മൈൻഡിലാവുമ്പോൾ നിങ്ങൾ ഗേറ്റ് എക്സാമിന്റെ നേരത്തും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മെന്റലി നിങ്ങൾ അതിന് സസ്റ്റൈൻഡ് ആയിട്ട് നിൽക്കും. ഓക്കെ, നിങ്ങൾ എപ്പോഴും രാവിലെയാണ് ഫുള്ള് മോക്ക് ടെസ്റ്റ് ചെയ്തത്, ഫുള്ള് എക്സാം ക്വസ്റ്റ്യൻസ് ഫുള്ള് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് രാവിലെയാണ്. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ എക്സാം എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ അവസാനം ആ എക്സാമിന് ടൈമിൽ നിങ്ങൾ ആ പഠിക്കണ ഒരു മെന്റാലിറ്റി മൂഡിലായിരിക്കും. ആ ഒരു പ്രോബ്ലം സോൾവിങ്ങിന്റെ സ്കില്ല് ആ ടൈമിൽ അങ്ങനെ പുറത്തേക്ക് വരില്ല. അപ്പൊ നിങ്ങളുടെ ടൈം സ്ലോട്ട് എപ്പോഴാണ് നോക്കുക. ചില ആൾക്കാർ ഉച്ചക്ക് ഉച്ചക്ക് അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല, രാവിലെയാണ് അവർക്ക് ഭയങ്കര പ്രൊഡക്റ്റീവ്, അല്ലെങ്കിൽ രാത്രി ആയിരിക്കും ഭയങ്കര പ്രൊഡക്റ്റീവ്, ഉച്ചക്ക് അത്ര എനർജറ്റിക് ആവില്ല. ചിലർക്ക് നേരെ തിരിച്ചുണ്ടാവും, രാവിലെ അത്രക്കില്ല, ഉച്ചക്കും രാത്രി ആയിരിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തിനി ഏതാണ്ട് ഒരു മാസം, കഷ്ടിച്ചൊരു മാസം എന്ന് പറയാം, ഈ ഒരു ടൈം ഇന്റർവെല്ലിൽ നിങ്ങളുടെ എക്സാം സ്ലോട്ട് ടൈം എപ്പോഴാണ് നോക്കുക. ആ എക്സാം സ്ലോട്ട് ടൈമിലായിരിക്കണം കഴിയുന്ന ഓൺലൈൻ മോക്ക് എക്സാംസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം സ്ലോട്ടിന്റെ ടൈം എപ്പോഴാണോ അപ്പോഴേക്ക് ആ ടൈമിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ എക്സാം സ്ലോട്ട് ടൈം എപ്പോഴാണോ ആ ടൈമിലായിരിക്കണം കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ശീലിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ആ ഒരു എക്സാം എത്തുമ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ മെന്റലി നിങ്ങൾ ബയോളജിക്കലി നിങ്ങൾ റെഡി ആയിരിക്കും പ്രോബ്ലംസ് ചെയ്യാൻ. ഓക്കെ, സോ ഗേറ്റ് ആസ്പിറൻസ് ആയിട്ടുള്ള എല്ലാവർക്കും വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് എഴുതുക. ഒരു ചെറിയ രീതിയിൽ ഒരു ശ്രദ്ധയും ഒരു അത്യാവശ്യം ബേസിക് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗേറ്റ് ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമല്ല. പക്ഷെ ഏറ്റവും നല്ല IITസിലും NITസിലും നിങ്ങൾക്ക് റിസർച്ച് ചെയ്യണമെങ്കിൽ, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള PSUസിൽ നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ, ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന ജോലികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല റാങ്കോട് കൂടി തന്നെ പാസ്സാവുക. സിംഗിൾ ഡിജിറ്റും ഡബിൾ ഡിജിറ്റും റാങ്കുകൾ കിട്ടിയിട്ട് തന്നെ പാസ്സാവുക. അത് നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദി അപ്കമിങ് ഗേറ്റ് എക്സാം. അതിലേക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഐ ആം ഹിയർ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.